ബലാത്സംഗ കേസിലൊടുക്കം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റായിരിക്കുന്നു. പത്തനംതിട്ട സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ പാലക്കാട് KPM ഹോട്ടലിൽ നിന്ന് ഇന്നലെ അർദ്ധരാത്രിയാണ് കസ്റ്റഡി എടുത്തത്. പത്തനംതിട്ടയിലെത്തിച്ച രാഹുലിനെ AR ക്യാമ്പിൽ ചോദ്യം ചെയ്യുകയാണ്. ക്രൂരമായ ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം, സാമ്പത്തിക ചൂഷണവും രാഹുൽ നടത്തിയെന്ന യുവതിയുടെ പരാതിയിൽ DNA പരിശോധനയോട് രാഹുൽ സഹകരിച്ചില്ല. മുഖത്തടിക്കുകയും തുപ്പുകയും ദേഹത്ത് പലയിടങ്ങളിലും മുറിവുണ്ടാക്കിയെന്നും മൊഴി. പരാതിക്ക് പിന്നാലെ തന്റെ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്നും യുവതിയുടെ മൊഴി. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണെന്നാണ് രാഹുലിന്റെ മൊഴി. പത്തനംതിട്ട AR ക്യാമ്പിന് മുന്നിൽ നിന്നും ലിജോ, പാലക്കാട്ട് നിന്ന് സാജിദ് അജ്മൽ, തിരുവനന്തപുരത്ത് സുനിൽ ഐസക് എന്നിവർ വിശദമായ വിവരങ്ങൾ നൽകാൻ ആദ്യം ലിജോയിലേക്ക്. ലിജോ, AR ക്യാമ്പിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട്. വിശദമായി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയാണ്. ആ പരാതിയുടെ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യം ചെയ്യലിന്റെ സ്വഭാവം എന്തായിരിക്കും? എത്ര സമയം അത് നീളാൻ സാധ്യതയുണ്ട്? അതിനുശേഷമുള്ള പോലീസിന്റെ തുടർ നടപടികൾ എങ്ങനെ? സൈഫുദ്ദീൻ രാവിലെ 4:20 രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പത്തനംതിട്ടയിലെ AR ക്യാമ്പിലെത്തിച്ചത്. AR ക്യാമ്പിലെത്തിച്ചതിന് ശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും ആ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് DIG പൂങ്കുഴിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. ക്രൈംബ്രാഞ്ച് സംഘത്തിനാണ് ഇതിന്റെ ചുമതല. അതുകൊണ്ട് തന്നെ ആ സംഘം ഇവിടെ എത്തുകയും വിശദമായ ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 5 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ഭക്ഷണത്തിന് കഴിക്കുന്നതിൻ്റെ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് 3ാമത്തെ കേസാണിത്. പത്തനംതിട്ട സ്വദേശിനിയായിട്ടുള്ള ഒരാളുടെ പരാതിയിലാണ് ഇത്തരത്തിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ വീഡിയോ കോൺഫറൻസ് വഴിയെടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഈ ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ അത് നീണ്ടു കൃത്യമായ ഒരു വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും മെഡിക്കൽ എടുക്കുന്നതിനും അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ, പോലീസ് സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലായിരിക്കും വൈദ്യപരിശോധന നടക്കുക. അതിനുശേഷം അതിന് സമീപത്തായി തന്നെയാണ് മജിസ്ട്രേറ്റിന്റെ വീടുള്ളത്. അവിടെയും തന്നെ ആയിരിക്കും ഹാജരാക്കി സ്വാഭാവിക നടപടിക്രമം എന്നുള്ള റിമാൻഡിലേക്കായിരിക്കും പോവുക. രാഹുലിനെ റിമാൻഡ് ചെയ്യുക എന്നുള്ള നടപടിയിലേക്കായിരിക്കും കിടക്കുക. കാര്യം കൃത്യമായ മൊഴികൾ, കൃത്യമായ തെളിവുകൾ, ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ശക്തമായ മൊഴിയാണ്. മറ്റ് 2 കേസുകളിൽ നിന്നും കുറച്ചുകൂടെ മാറി ശക്തമായ മൊഴികളാണ് ഈ ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഇത്തരത്തിൽ ചടുലമായ ഒരു നീക്കത്തിന് കാരണമായി തീർന്നത്. ഒന്ന്, മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പോലും സമീപിക്കാൻ യാതൊരു അവസരവും ഉണ്ടാക്കി കൊടുക്കാതെ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടെ ഇത്തരത്തിൽ ഒരു അറസ്റ്റിലേക്ക് കടക്കുകയായിരുന്നു. പാലക്കാട് എത്തുന്നു. അവിടെ എത്തുന്ന സമയത്ത് ഈ വിവരം പുറത്തു പോകാതെ ലോക്കൽ പോലീസ് ഒന്നും അറിയാത്ത രീതിയിൽ കൃത്യമായി തന്നെ SIT അത് പ്ലാൻ ചെയ്തുകൊണ്ട് അവിടേക്ക് എത്തി അറസ്റ്റ് ചെയ്തിരുന്നു. അവിടെ നിന്നും നേരെ പത്തനംതിട്ടയ്ക്ക് കൊണ്ടുവരുന്നു. 4:20 ഇവിടെ എത്തുന്നു. അല്പസമയം കഴിയുന്ന സമയത്ത് തന്നെ DIG ഉൾപ്പെടെയുള്ളവർ, കാര്യം അവരെല്ലാം ഈ ഫുൾ ടീം അതിന് തയ്യാറായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. DG പൂങ്കുഴിയിൽ ഇവിടേക്ക് എത്തുന്നു. ആ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നു. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ചോദ്യം ചെയ്യലിൽ നിന്ന് നിർണായക വിവരങ്ങൾ, കാര്യം ഇത്തരത്തിലൊരു കാര്യം രാഹുൽ സമ്മതിച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സുഹൃത്ത് അറിയാമെന്ന് പറയുന്ന കാര്യമില്ല. ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പെൺകുട്ടി നൽകുന്ന തെളിവുകളെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒന്നും രാഹുലിന്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് 2 കേസുകളിൽ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ കേസിൽ അറസ്റ്റിനോട് അടുത്ത സമയമാകുന്ന സമയത്തായിരുന്നു ഇവിടെ നിന്നും കടന്നു കളഞ്ഞത്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാതെ പഴുതടച്ച രീതിയിലുള്ള ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ അറസ്റ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും പത്തനംതിട്ടയിൽ നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ നടപടി പൂർത്തിയായതിനു ശേഷമായിരിക്കും വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കുക. സൈഫുദ്ദീൻ. യെസ് ലിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യൽ തുടരുന്നു. അങ്ങനെയെങ്കിൽ ഈ പരാതിയുടെ ഒരു സ്വഭാവവും ഗൗരവവും ഉണ്ടല്ലോ ലിജോ. എന്ന് വെച്ചാൽ കഴിഞ്ഞ 2 പരാതികളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങൾക്കുമൊക്കെ സൂചനകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് അതിലൊക്കെ നടപടിയിലേക്കോ അല്ലെങ്കിൽ കോടതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം സാവകാശം ഉണ്ടായിരുന്നു. കോടതിയിൽ പോയി ജാമ്യം എടുക്കാനും ഒളിച്ചു നിൽക്കാനും ഒക്കെ സമയം ഉണ്ടായിരുന്നു. ഈ 3ാം പരാതിയെക്കുറിച്ച് എവിടെയും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. പോലീസിനും ഈ പരാതിക്കാരിക്കും മാത്രമേ അറിയാവുന്ന സംഗതികളെ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. മാധ്യമങ്ങൾക്ക് പോലും ഒരു സൂചനയും കിട്ടിയില്ല. അത് കൃത്യമായി ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലെത്തുന്നു. ക്രൈംബ്രാഞ്ച് പഴുതടച്ച സംവിധാനങ്ങൾ ഒരുക്കുന്നൊടുക്കം, കൃത്യമായ ആസൂത്രണത്തിനൊടുക്കം രാഹുൽ മാങ്കൂട്ടത്തിന് അഭിഭാഷകരോട് പോലും സംസാരിക്കാൻ
അവസരം നൽകുന്നതിന് മുമ്പേ ലോക്കാക്കുന്നു, AR ക്യാമ്പിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയുള്ള നീക്കങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അദ്ദേഹത്തിന് അഭിഭാഷകരോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സംസാരിക്കാൻ കഴിയുമോ? അതേസമയം അഭിഭാഷകരുടെ പുതിയ നീക്കത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്കുണ്ടോ? സ്വാഭാവികമായി അദ്ദേഹം ആവർത്തിക്കാൻ പോകുന്ന ഒരു ഉഭയസമ്മത് പ്രകാരമുള്ള ബന്ധം മാത്രമാണ് ഇവിടെ നടന്നത് എന്ന് വെച്ചാൽ രണ്ടാം കേസിലെ പോലെ തന്നെയാണ്, മറ്റു പുതുമകളൊന്നും ഇതിനകത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുമായിരിക്കും. രണ്ടാം കേസിൽ ജാമ്യം ലഭിച്ചതുപോലെ കിട്ടും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടാകണം. അപ്പോൾ രണ്ടിൽ നിന്നും ഈ കേസിന്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ എന്താണ് ഇവിടെ? രാഹുൽ മാങ്കൂട്ടത്തിലെ നീക്കങ്ങൾ, അഭിഭാഷകർ എന്തെങ്കിലും മൂവ് ചെയ്യുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 2 കേസുകളിലും നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ അതിജീവിത തങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന അടിസ്ഥാനത്തിൽ രാഹുലിന് തന്നെ വ്യക്തമായി മനസ്സിലായിരുന്നു ഇത് കേസായി മാറുകയും അങ്ങനെ അവർ മുൻകൂർ ജാമ്യം സമീപിക്കുന്നതിനുള്ള ഒരു സമയം അവിടെ ലഭിക്കുകയും കടന്നു കളയുന്നതിന്, അതായത് രക്ഷപ്പെട്ട് കടന്നു കളയുകയാണ് രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത്. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ചെല്ലുകയും ചെയ്തത്. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത്രയും വേഗം ഈ ഒരു ഇപ്പോൾ പരാതിക്കാരി ഇത്രയും വേഗം തന്നെ പോലീസിനെ സമീപിക്കുമെന്നുള്ളൊരു കാര്യം ഒരു പക്ഷേ യാതൊരു തരത്തിലുള്ള ഒരു ചിന്തയും പോയിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബന്ധമൊന്നും ഇപ്പോൾ കീപ്പ് ചെയ്യുന്നുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ആദ്യത്തെ 2 പരാതികളും വന്ന് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യമൊക്കെ ലഭിച്ചതോടുകൂടിയാണ് മൂന്നാമത്തെ പരാതിയുമായി നേരിട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ സമീപിക്കുകയും ഇമെയിൽ മുഖാന്തരം സമീപിക്കുകയും അതിന് പിന്നാലെ വീഡിയോ കോൺഫറൻസിലൂടെ കൃത്യമായി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് പുറത്ത് പോകാത്ത രീതിയിൽ, പഴുതടച്ച രീതിയിൽ ആ മൊഴിയെടുപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് മൂന്നാമത്തെ കേസിനെ സംബന്ധിച്ച് മറ്റ് 2 കേസുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും. അന്വേഷണ സംഘത്തിന്, DIGയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് അത് അത്രത്തോളം കോൺഫിഡൻഷ്യലായി കീപ്പ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഈ ഒരു അറസ്റ്റിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഈ ഒരു കേസിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായി മറ്റു പല കാര്യങ്ങളും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ആയിരുന്നു ആദ്യത്തെ 2 കേസുകൾ വന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. പോലീസിന് കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കാനും അത് പുറത്തു പോകാതെ അത് കീപ്പ് ചെയ്യാനും കഴിഞ്ഞു, അത് അറസ്റ്റിലേക്ക് എത്തിക്കുകയും ചെയ്തു. രാഹുലുമായി ബന്ധപ്പെട്ട് രാഹുൽ നിലവിൽ ഈ കസ്റ്റഡിയിലെടുത്ത് അതിനുശേഷം അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും അറസ്റ്റ് ഇൻറ്റിമേഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ടാകും. അതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. എന്തിനാണ് താങ്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി അക്കമിട്ട് നിരത്തിയതിനു ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. അഭിഭാഷകനെ അതോടുകൂടെ സമീപിക്കുന്നതിനും തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള കാര്യം അറിയിക്കുന്നതിനുള്ള ഒരു ക്രമീകരണം ഈ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുകൊണ്ട് എല്ലാ പ്രതികൾക്കും അത്തരത്തിലുള്ള ഒരു അവകാശമുണ്ട്. അത് സ്വാഭാവികം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. ജാമ്യ ഹർജി നൽകുക എന്നുള്ളത് ഒരു നടപടിയാണ്. അത് മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയാൽ പോലും അത് തുറന്ന കോടതിയിലായിരിക്കും അത് പരിഗണിക്കുക. എന്തായാലും റിമാൻഡിലേക്ക് പോകും. അതിനുശേഷം ഓപ്പൺ കോർട്ടിലായിരിക്കും ഈ ജാമ്യ ഹർജിയിൽ ഒരുപക്ഷെ ഒരു വാദം കേട്ടതിന് ശേഷം ഒരു തീരുമാനമെടുക്കുക. തിരുവനന്തപുരത്ത് മറ്റ് 2 കേസുകളുമൊക്കെ നടന്നതുപോലെ ഒരു ക്ലോസ്ഡ്, അതായത് അടച്ചിട്ട കോടതിയിൽ തന്നെയായിരിക്കും ഇതിൻ്റെ നടപടിക്രമങ്ങളും പുരോഗമിക്കുക എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് എങ്ങനെയാണ് ഈ പരാതിക്കാരി പറഞ്ഞ കാര്യങ്ങൾ, ഇനി പരാതിക്കാരി നാട്ടിലേക്ക് എത്തി അത് ഒരു മൊഴി നൽകാനായിട്ട് പോകുന്നു, ആ മൊഴിയൊക്കെ എങ്ങനെ രാഹുലിന് അത് ഖണ്ഡിക്കാൻ കഴിയുമെന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ആദ്യത്തെ 2 കേസുകളെ പോലെ അത്രയും എളുപ്പത്തിൽ ഒരു ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് രാഹുലിനെ സംബന്ധിച്ച് ഈ ഒരു കേസിൽ വെല്ലുവിളിയാകുമെന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത്. അഭിഭാഷകർ സ്വാഭാവികമായും ഈ അതായത് ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ടാകാം. പക്ഷെ അതൊക്കെ കടന്നാൽ തന്നെ ഈ അന്വേഷണ സംഘം എങ്ങനെയാണ് അത് ചാർജ് ചെയ്ത് കോടതിയിലേക്ക് എത്തിക്കുന്നത്, റിമാൻഡ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടിൽ എന്തൊക്കെയായിരിക്കും കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, MLA ആണ്, ആളുകളെ സ്വാധീനിക്കാനും ആളുകളെ ഭീഷണിപ്പെടുത്താനും ഈ പരാതിക്കാരി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതാണ്. അതായത് തന്നെ ഭീഷണിപ്പെടുത്തും, കുടുംബത്തെ നശിപ്പിക്കുന്നുള്ളൊരു കാര്യമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊക്കെയുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിമാൻഡ് ചെയ്യണമെന്നുള്ള ആവശ്യപ്പെട്ട് തന്നെയായിരിക്കും റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത്. റിമാൻഡ് റിപ്പോർട്ടും വരുന്നതോടുകൂടെ ആയിരിക്കും കൂടുതൽ എന്തൊക്കെയാണ് ഗൗരവകരമായ കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്, പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതുവരെയും എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത്, അതായത് ഈ പരാതിക്കാരി നാട്ടിലെത്തി ഇനി ഒരു രഹസ്യമൊഴി കൂടെ നൽകുന്നതോടുകൂടെ കേസ് പോലീസിന് കൂടുതൽ ബലപ്പെടുത്താൻ കഴിയും. രാഹുലിനെ പോലീസിന് മറ്റ് 2 കേസുകളിൽ നിന്നും ഊരിപ്പോയതോടെ അന്വേഷണ സംഘത്തിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുണ്ടാതെ കൃത്യമായി ലോക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ആയിരിക്കുന്നത് ഇതിലേക്ക് എത്തിച്ചതെന്ന് പറയുന്നത്. ഒരുപക്ഷെ രാഹുൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ ഈ സമയത്ത് ഈ ഭാഗത്ത് നിന്നൊരു പരാതിക്കാരി വരുമെന്നുള്ളത്. ചിലപ്പോൾ മറ്റു പല പരാതികളൊക്കെ ആയിരിക്കാം പ്രതീക്ഷിച്ചിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെയാണ്